CPM കൊല്ലം ജില്ലാ സെക്രട്ടേറിയറ്റിൽ MLA മുകേഷിനെതിരെ രൂക്ഷമായ വിമർശനം. മുകേഷിനെതിരായ പരാതി പാർട്ടിക്ക് അവമതിപ്പുണ്ടാക്കി. വനിതാംഗങ്ങളടക്കം ഭൂരിപക്ഷം പേരും മുകേഷിനെതിരെ വിമർശനമുയർത്തി. പരാതി അതീവ ഗൗരവത്തോടെ അന്വേഷിക്കണമെന്നും അംഗങ്ങൾ പറയുന്നു. കൂടുതൽ വിവരങ്ങളുമായി പ്രശാന്ത് ശങ്കരമംഗലത്ത് ചേർന്നുണ്ട്. പ്രശാന്ത്, ഒരുപക്ഷെ വളരെ ആരോപണങ്ങൾ ഇത്തരത്തിലുള്ള ഉണ്ടാകുമ്പോൾ അത് കൂടുതൽ പ്രതിരോധം സൃഷ്ടിക്കുകയല്ലേ മുകേഷിനെ? വിഷ്ണു, രൂക്ഷമായ ഭാഷയിൽ രൂക്ഷമായ വിമർശനമാണ് ഉയർന്നിരിക്കുന്നത്. രൂക്ഷമായ വിമർശനമാണ് മുകേഷിനെതിരെ ഇന്ന് സെക്രട്ടേറിയറ്റിൽ ഉയർന്നത്. വനിതാ അംഗങ്ങളടക്കം വിമർശിക്കുന്ന സാഹചര്യമുണ്ട്. ഇത്തരത്തിൽ പരാതി ഉയർന്ന സാഹചര്യത്തിൽ, അതുപോലെ തന്നെ ലൈംഗിക പീഡന പരാതിയും ആരോപണങ്ങളും ഉയർന്ന സാഹചര്യത്തിൽ അത് ഗൗരവത്തോടെ കാണണം, ആ പരാതി ഗൗരവത്തോടെ കാണണമെന്നാണ് ഇപ്പോൾ പറയുന്നത്. ഇന്ന് രാവിലെ ചേർന്ന ജില്ലാ സെക്രട്ടേറിയറ്റിലാണ് ഇത്തരത്തിൽ മുകേഷിനെതിരെ രൂക്ഷമായ ഭാഷയിൽ തന്നെ വിമർശനം ഉയർന്നത്. നമുക്കറിയാം, ഈ പീഡന പരാതിയിൽ കേസെടുക്കാൻ പോലും ഇതുവരെ തയ്യാറാകുക അല്ലെങ്കിൽ മറ്റു നടപടിക്രമങ്ങൾ നീങ്ങാത്ത സാഹചര്യം നിൽക്കുമ്പോഴാണ് ജില്ലാ കമ്മിറ്റിയിൽ നിന്ന് ഇത്തരത്തിലൊരു ആരോപണം ഉയർന്നിരിക്കുന്നത്. ഇത്തരത്തിൽ പീഡന ആരോപണത്തിൽ നടപടി വേണമെന്നടക്കമുള്ള ആവശ്യങ്ങൾ ഉയർന്നിരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നത്. എന്തായാലും വളരെ ശക്തമായ ഭാഷയിൽ വനിതാംഗങ്ങൾ അടക്കമുള്ള ഭൂരിഭാഗവും കമ്മിറ്റിയിലെ ഭൂരിഭാഗവും സെക്രട്ടേറിയറ്റിലെ ഭൂരിഭാഗം അംഗങ്ങളും വിമർശനങ്ങളാണ് ഉന്നയിച്ചത്. വിഷയത്തെ ഗൗരവമായി കാണേണ്ട സാഹചര്യമാണ്, അങ്ങനെ തള്ളിക്കളയാൻ പാടില്ല എന്നും ജില്ലാ സെക്രട്ടേറിയറ്റിൽ ഉയർന്നു വന്നു. പ്രശാന്ത്, അതുപോലെ തന്നെ നമുക്കറിയാം, ഒരുപക്ഷെ നേരത്തെയും ഈ CPM ജില്ലാ സെക്രട്ടേറിയറ്റിൽ ഇത്തരത്തിലുള്ള ഭിന്നതകൾ, അഭിപ്രായങ്ങൾ മുകേഷിനെതിരെ ഉണ്ടായിരുന്നു. അത്തരത്തിൽ നോക്കുകയാണെങ്കിൽ ഇനി അറിയേണ്ടത് ഇനി ഈ ഒരു സ്ഥാനമാനങ്ങൾ എത്രത്തോളം നിലനിൽക്കും എന്നുള്ള കാര്യം. ഒരുപക്ഷെ നമുക്കറിയാം, ഈ ലൈംഗിക ആരോപണങ്ങളുമായി കൂടുതൽ പേർ രംഗത്ത് വരുന്ന സാഹചര്യം, അവർ ഉന്നയിച്ച ആരോപണങ്ങൾ അതീവ ഗൗരവമായ ഒരു ചർച്ചകളിലേക്ക് വഴിതെളിക്കുന്നുണ്ട്. അത്തരത്തിൽ ഇനി എത്രത്തോളം പിടിച്ചു നിൽക്കാൻ സാധിക്കും? ഈ സ്ഥാനമാനങ്ങളൊക്കെ തന്നെയും ഇനിയും തുടരാനാകുമോ എന്നുള്ളൊരു ചോദ്യം കൂടിയല്ലേ നിലനിൽക്കുന്നത്? തീർച്ചയായും വിഷ്ണു, നിലവിൽ വളരെ പ്രതിസന്ധിയിലേക്കാണ് മുകേഷ് കടക്കുന്നത് എന്ന് വേണം മനസ്സിലാക്കാൻ. അതായത് നിലവിൽ ഈ ജില്ലാ സെക്രട്ടേറിയറ്റിൽ നിന്നാണ് ഇത്തരത്തിൽ വിമർശനം ഉയർന്നു വന്ന സാഹചര്യം ഉണ്ടായത്. അത് കൂടുതൽ പ്രതിഷേധത്തിലേക്ക് കടക്കുന്ന സാഹചര്യം ഉണ്ടാകും. എന്നാൽ മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, ഇത് രാജിവെച്ച്, അതായത് MLA സ്ഥാനം രാജിവെക്കണമെന്ന അടക്കമുള്ള നടപടികളിലേക്ക് കടക്കുമോ എന്നടക്കം നമുക്ക് പറയാൻ കഴിയില്ല. കാരണം ഈ ഒരു സാഹചര്യത്തിൽ അതിൽ രാജി എത്ര കണ്ട് ആശാസ്യകരമാകുമെന്നാണ് CPM ആലോചിക്കുന്നത്. അതായത് രാജിവെക്കുകയാണെങ്കിൽ അത് തുടർന്നുള്ള സമയത്ത് മറ്റ് ഉപതെരഞ്ഞെടുപ്പ് വരികയാണെങ്കിൽ ആ ഉപതെരഞ്ഞെടുപ്പിൽ ജയിക്കുന്ന അടക്കമുള്ള കാര്യത്തിലേക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടാകും. അതുകൊണ്ട് തന്നെ രാജി ആവശ്യപ്പെടാൻ സാഹചര്യമല്ല. എന്നാൽ ഈ ഒരു നിലവിലെ സാഹചര്യം കണക്കിലെടുത്തുകൊണ്ട് മറ്റ് നടപടികൾ എന്തെങ്കിലും, അല്ലെങ്കിൽ അച്ചടക്ക നടപടി അടക്കമുള്ള സ്വീകരിക്കണമെന്നതിലേക്കാണ് ഇപ്പോൾ കടക്കുമെന്നാണ് അറിയുന്നത്. എന്തായാലും വളരെ രൂക്ഷമായ ഭാഷയിൽ വിമർശനം ആണ് ഇന്ന് ജില്ലാ സെക്രട്ടേറിയറ്റിൽ ഉയർന്നു വന്നത്. വിഷ്ണു. യെസ്, പ്രശാന്താണ് വിവരങ്ങൾ നൽകിയത്.